Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. മാലാഖമാർ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിലപ്പുറം നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് കവി മുരുകൻ കാട്ടാക്കട. കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷം സമാപന സമ്മേളനം അണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 71 കൊല്ലം കഴിഞ്ഞിട്ടും രാജാജി പാർക്കിലെ സ്റ്റേജിന്റെ സിമന്റ് പോലും ഇളകിയില്ല. സ്റ്റേജും പാർക്കും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 1953 നവംബർ 28-നാണ് പരിയാരത്തെ TB സാനിറ്റോറിയം അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന സി രാജഗോപാലാചാരി ഉദ്ഘാടനം ചെയ്തത്. കരിവള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രി 8 മുതൽ രാവിലെ വരെയുള്ള ചികിത്സ മുടങ്ങി. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർമാർ ഒഴിവായതോടെയാണ് രാത്രി ചികിത്സ മുടങ്ങിയത്. മറവിയിലേക്ക് മറഞ്ഞുപോയ കുട്ടിക്കളികളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്തുന്നതായി പയ്യന്നൂർ കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓലപ്പിപി നാടൻകളി പഠന ക്യാമ്പ്. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ 100-ലേറെ കുട്ടികളാണ് പങ്കാളികളായത്. വാർത്തകൾ വിശദമായി. മാലാഖമാർ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിലപ്പുറം നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് കവി മുരുകൻ കാട്ടാക്കട. കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷ സമാപന സമ്മേളനം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷ സമാപന സമ്മേളനം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. വികസിത രാജ്യമായ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചികിത്സ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവരിലേക്ക് ചുരുങ്ങുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഉയർന്ന നിലവാരത്തിലെത്തി നിൽക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരെ ചൂഷണം ചെയ്യുന്നത് തുടരുന്നതിനെതിരെ പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മുന്നോട്ട് വരുന്നില്ല. ഇക്കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയിലാണെന്നും മുരുകൻ കാട്ടാക്കട ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു വലിയ സാമൂഹിക സേവന പ്രവർത്തനമാണ് നഴ്സുമാർ സമൂഹത്തിൽ ചെയ്യുന്നത്. മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്നാണ് നമ്മുടെ പൂർവ്വപിതാമഹന്മാർ പറയുന്നത്. ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ് മനുഷ്യരെ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ദൈവസ്നേഹം മനുഷ്യരെ പകർന്നു കൊടുക്കുന്ന അതിഗംഭീരമായ സമർപ്പണ സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന നഴ്സുമാർ സത്യത്തിൽ ആ അർത്ഥത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ, അവരുടെ സേവനത്തിന് അനുഗുണമായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ടോ, ആദരവ് സമൂഹത്തിൽ നിന്ന് ആ അർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഉറക്കെ ചിന്തിക്കാൻ ഈ വാരാഘോഷം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കല്ലേൻ അധ്യക്ഷത വഹിച്ചു. എം വിജിൻ MLA മുഖ്യാതിഥിയായി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, TG പ്രീത, MK പ്രീത, PJ ലൂസി, KV പുഷ്പജ, റോബിൻ ബേബി, PA ജയ, ജനറൽ കൺവീനർ TT ഖമറുസമാൻ, KC ബീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
71 കൊല്ലം കഴിഞ്ഞിട്ടും രാജാജി പാർക്കിലെ സ്റ്റേജിന്റെ സിമന്റ് പോലും ഇളകിയില്ല. സ്റ്റേജും പാർക്കും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 1953 നവംബർ 28-നാണ് പരിയാരത്തെ TB സാനിറ്റോറിയം അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന സി രാജഗോപാലാചാരി ഉദ്ഘാടനം ചെയ്തത്. രാജാജിക്ക് പ്രസംഗിക്കാനായി പരിയാരം സാനിറ്റോറിയത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് അർദ്ധവൃത്താകൃതിയിൽ വെറും 5 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത്. 100 കണക്കിന് ആളുകൾ അന്ന് രാജാജിയെ കാണാനായി ഇവിടെ എത്തിയിരുന്നു. 1946-ൽ അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറുടെ ഭാര്യ ലേഡി നൈ തറക്കല്ലിട്ട സാനിറ്റോറിയത്തിന്റെ നിർമ്മാണം 5 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇതിനായി പണം സ്വരൂപിക്കുന്നതിന് MS സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരിയും ഡ്രീം ഗേൾ ഹേമമാലിനിയുടെ നൃത്തപരിപാടിയും കോഴിക്കോട് സംഘടിപ്പിച്ചിരുന്നു. ക്ഷയരോഗ ആശുപത്രിയുടെ നിർമ്മാണത്തിനായതിനാൽ ഇവർ സൗജന്യമായിട്ടാണ് പരിപാടി അവതരിപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മാണം തുടങ്ങിയ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യമുണ്ടായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ കൂടിയായ രാജഗോപാലാചാരിക്കായിരുന്നു. രാജാജി പ്രസംഗിച്ച സ്ഥലവും പരിസരവും പിന്നീട് രാജാജി പാർക്കായി മാറ്റുകയും ചെയ്തു. അന്ന് ബ്രിട്ടീഷുകാരും തമിഴ്നാട്ടുകാരുമാണ് ഇവിടെ കൂടുതലായി ജോലി ചെയ്തിരുന്നത്. ഈറോഡ് TB സാനിറ്റോറിയം സൂപ്രണ്ട് ഡോക്ടർ A അറുമുഖത്തെയാണ് പരിയാരത്തെ ആദ്യ സൂപ്രണ്ടായി നിയമിച്ചത്. മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലെ ഏക TB സാനിറ്റോറിയമായിരുന്നു അന്ന് പരിയാരത്തേത്. ചെടികളും പൂക്കളും കൊണ്ട് അലങ്കൃതമായിരുന്ന അന്നത്തെ പാർക്കിൽ വൈകുന്നേരങ്ങളിൽ നിരവധി ജീവനക്കാർ കാറ്റുകൊള്ളാനായി എത്തിയിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിന് വിട്ടുനൽകിയ ഈ സ്ഥലത്തെ പാർക്ക് കാടുകയറി കിടക്കുകയാണ്. പാർക്കും രാജാജിയുടെ പ്രസംഗപീഠവും സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രി 8 മുതൽ രാവിലെ വരെയുള്ള ചികിത്സ മുടങ്ങി. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർമാർ ഒഴിവായതോടെയാണ് രാത്രി ചികിത്സ മുടങ്ങിയത്. നിലവിൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവുണ്ട്. 5 ഡോക്ടർമാരാണ് നിലവിലുള്ളത്. ഇതിൽ മെഡിക്കൽ ഓഫീസർ ആഴ്ചയിൽ 2 ദിവസവും എല്ലുരോഗ വിദഗ്ധൻ 3 ദിവസവും പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കാറുണ്ട്. ദിനംപ്രതി 200-ലധികം രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സയ്ക്കായി എത്താറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടർ രാത്രി 8 മണി വരെ രോഗികളെ പരിശോധിക്കും. വർഷങ്ങളായുള്ള ആവശ്യത്തെ തുടർന്നാണ് കരിവെള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രി ചികിത്സ തുടങ്ങിയത്. ദേശീയപാതയോരത്തുള്ള ആശുപത്രിയായതിനാൽ രാത്രികാലത്തെ അത്യാവശ്യ ചികിത്സയ്ക്ക് കരിവെള്ളൂർ CHCയെയാണ് ആശ്രയിക്കുന്നത്. രാത്രി ചികിത്സാ സൗകര്യം മുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് സാധാരണക്കാരായ രോഗികൾക്ക് ഈ ആശുപത്രിയിൽ വളരെ അടിയന്തരമായ ചികിത്സ രാത്രി എന്തെങ്കിലും അത്യാവശ്യമായി വന്നു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ വന്ന് ചികിത്സിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അതില്ലാത്തതുകൊണ്ട് ഈ രോഗികൾ വളരെ ദൂരെയുള്ള പയ്യന്നൂരോ ചെറുത്തൂരോ ഒക്കെ പോകേണ്ടുന്ന ഒരു അവസ്ഥയുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ബ്ലോക്കിൻ്റെ തലത്തിലുള്ള ആശുപത്രി ആണ് ഇതിൻ്റെ നടത്തിപ്പുകാർ, അവർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഈ ചികിത്സ പുനഃസ്ഥാപിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. രാത്രികാല ചികിത്സാ സൗകര്യം ഒരുക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മറവിയിലേക്ക് മറഞ്ഞുപോയ കുട്ടിക്കളികളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുന്നതായി പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച OLPP നാടൻ കളി പഠന ക്യാമ്പ്. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ 100-ലേറെ കുട്ടികളാണ് പങ്കാളികളായത്. ഒരാളെ അടിച്ചിട്ടുള്ളൂ, സാരല്ല, ഒന്നുകൂടെ പറയാ. 1, 2. പയ്യന്നൂർ ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരം അക്ഷരാർത്ഥത്തിൽ കുട്ടിക്കൂട്ടം കൈയടക്കിയ 2 ദിവസങ്ങളാണ് കടന്നുപോയത്. കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാഞ്ഞുപോയ കുട്ടിക്കളികൾ എല്ലാവരും ഒന്നിച്ച് പഠിച്ചു, കളിച്ചു. അണുകുടുംബങ്ങളിൽ വീടിന്റെ 4 മതിൽക്കെട്ടുകൾക്കകത്ത് മൊബൈൽ ഫോണിൽ തളച്ചിട്ടപ്പെട്ട ബാല്യങ്ങൾക്ക് പുതിയൊരാകാശം തുറന്നു നൽകുകയായിരുന്നു പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച OLPP നാടൻ കളി പഠന ക്യാമ്പ്. നാടൻ കളികളും ഒറിഗാമിയും കളിപ്പാട്ട നിർമ്മാണവും മുതൽ നാടൻ പാട്ടുകൾ വരെ 2 ദിവസങ്ങളിലായി കുട്ടികൾ പഠിച്ചെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കമ്പ്യൂട്ടർ ഗെയിമുകളുടെയും ലോകത്തോട് വിട പറഞ്ഞ 2 ദിവസങ്ങളായിരുന്നു ഇത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ കൂടി സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഴയകാലത്തെ കുറേ കളികൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പരിപാടിയിലേക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കുറേ പഠന ക്ലാസ്സുകളും കളിപ്പാട്ട നിർമ്മാണവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക്
ഒരു കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന വലിയൊരു പിന്തുണയും കുട്ടികളെ തലകുനിച്ചിരിക്കുന്ന മൊബൈലിൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിന് മുന്നിലും തലകുനിച്ചിരിക്കേണ്ടവരല്ല കുട്ടികൾ എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ രക്ഷിതാക്കളുടെയും വലിയൊരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ അടിച്ച പന്ത് നിലത്ത് കുത്തിയിട്ട് അവർ പിടിച്ചതിന് ശേഷം അങ്ങനെ 3 തവണ ഒരേ പ്രവൃത്തി നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നു. ഇവിടുന്ന് അടിച്ചാൽ കിട്ടുന്നു, അവിടുന്ന് എറിയുന്നു, എന്നിട്ട് വീണ്ടും പന്തടിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. പക്ഷെ അതിന് അരുവത്തേക്ക് പോയില്ലേ, മറ്റേത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയം ആതിഥ്യമരുളുന്ന ഉത്തരമേഖല പൂരക്കളി മത്സരം സ്വാമുക്കിൽ നടന്നു. ടി.എ. മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്വാമിമുക്ക് ടൗണിൽ വെച്ച ഉത്തര കേരള പൂരക്കളി മത്സരം സംഘടിപ്പിച്ചു. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ടി.എ. മധുസൂദനൻ MLA പൂരക്കളി മത്സരം ഉദ്ഘാടനം ചെയ്തു. പൂരോത്സവവും പൂരക്കളിയും സംഘടിപ്പിച്ചു വരുന്നത് എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ഏറ്റവും താല്പര്യത്തോടുകൂടി കാണുന്ന കലാരൂപമാണ് പൂരക്കളി. ഇടയക്കാല വനിതാ പൂരക്കളി സംഘം രാമായണത്തിന്റെ 2 ചെറിയ ഭാഗങ്ങൾ വരെ ഇവിടെ അവതരിപ്പിച്ചു. ടി. വിജയൻ അധ്യക്ഷത വഹിച്ചു. ജിജു TTV, കെ. ശിവകുമാർ, ഷീബ ദിവാകരൻ, സി. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, തുരുത്തി നെല്ലിക്കാൽ തുരുത്തിക്കഴകം നിലമംഗലം ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, പേക്കടം കുർവാപ്പള്ളി അറ പൂരക്കളി സംഘം, മയിച്ച വയൽക്കര ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, കൊഴുമൽ മാക്കിൽ മുണ്ടിക്കാവ് പൂരക്കളി സംഘം, നാർക്കൽ പൂവത്തിൻകീഴിൽ നെല്ലിയറ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പഴയകാല പൂരക്കളി കലാകാരന്മാരെ ആദരിച്ചു. തുടർന്ന് ഉജ്ജ്വല വനിതാ വേദി ഇടയിലക്കാട് അവതരിപ്പിച്ച വനിതാ പൂരക്കളി പ്രദർശനവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഭണ്ഡാരപ്പുര നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന നവീകരണ കലശ മഹോത്സവത്തിന് വലിയ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് തുടക്കമായത്. മുച്ചിലോട്ട് ഭഗവതിയുടെ ആരൂഢസ്ഥാനമായ കരിവള്ളൂർ ആദിമുച്ചിലോട്ടുകാവിലെ പുനർനിർമ്മിക്കപ്പെട്ട ഭണ്ഡാരപ്പുരയുടെ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി. കാളകാട്ടിലം സന്ദീപ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഭണ്ഡാരപ്പുര നവീകരണ കലശ മഹോത്സവത്തോടനുബന്ധിച്ച് ആചാര്യവരണം, പശുദ്ധാന പുണ്യാഹം, പ്രസാദ ശുദ്ധ്യാദി ക്രിയകൾ, അത്താഴപൂജ എന്നിവ നടന്നു. മെയ് 13 തിങ്കളാഴ്ച ഗണപതി ഹോമം, പ്രസാദ പ്രതിഷ്ഠ, ബ്രഹ്മകലശ പൂജ തുടങ്ങിയവയും 10:30 11:20 ഇടയിൽ പുനഃപ്രതിഷ്ഠയും നടക്കും. തുടർന്ന് പ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ പ്രീമിയം വില്ല പ്രൊജക്റ്റുമായി കണ്ണൂർ ജില്ലാ എക്സ് സർവീസ്മെൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിഫൻസ് എൻക്ലേവ് പ്രീമിയം വില്ല പ്രൊജക്ട് പ്രവൃത്തി ഉദ്ഘാടനം പ്രൊജക്ട് സൈറ്റായ പെരിങ്ങോത്ത് നേവൽ അക്കാദമി കമാൻഡിംഗ് ഓഫീസർ ശ്രീകുമാർ കെ. പിള്ള നിർവഹിച്ചു. 6.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 57 വില്ലകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 50% വില്ലകൾ സൈനികരുടെ കുടുംബങ്ങൾക്ക് നീക്കിവച്ചിരിക്കുന്നു. ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളാണ് നിർമ്മിക്കുക. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഹോം ലോൺ സൗകര്യവും ഉണ്ടാകും. കണ്ണൂർ ജില്ലാ എക്സ് സർവീസ്മെൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രീമിയം വില്ല പ്രൊജക്ട്
ഡിഫൻസ് എൻക്ലേവ് പ്രവൃത്തി ഉദ്ഘാടനം പ്രൊജക്ട് സൈറ്റായ പെരിങ്ങോത്ത് നേവൽ അക്കാദമി കമാൻഡിംഗ് ഓഫീസർ ശ്രീകുമാർ കെ പിള്ള നിർവഹിച്ചു. Germany is inaugurated by our beloved commander Srikumar K. Pillai with the presence of you all and the dignitaries over the dais. അസറ്റ്സും ലയബിലിറ്റീസും പിന്നെ ഫ്യൂച്ചർ എൻഡവേഴ്സ് എന്തോന്നൊക്കെ ഉള്ളത് പുള്ളി വിശദമായിട്ട് പറഞ്ഞു. സോ ഐ വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വിശാലമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം കാണുന്നത്. ഇത് വെറും ഒരു സാധാരണപ്പെട്ട ഒരു പ്രൊജക്ട് അല്ല. എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പ്രൊജക്ട് 6.55 ഏക്കേഴ്സിൽ 57 വില്ലാസും അതും ഡിഫറെന്റ് കാറ്റഗറീസിൽ ഡിഫറെന്റ് ബഡ്ജറ്റ്സിലുള്ള വില്ലാസ് ബിൽഡ് ചെയ്യുക. സംഘം വൈസ് പ്രസിഡന്റ് കെ നരേന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ നിർവഹിച്ചു. NSG കമാൻഡോ PV മനേഷ് ശൗര്യചക്ര മുഖ്യാതിഥിയായി. കേണൽ സിന്ധു, ഡിഫൻസ് എൻക്ലേവ് സബ് കമ്മിറ്റി ചെയർമാൻ പി ഗംഗാധരൻ നമ്പ്യാർ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് അംഗം ഫാത്തിമ BV, സഹകരണ വകുപ്പ് ഓഡിറ്റർ KU ഷീന, പൊന്നമ്പാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M വത്സരാജ്, പാടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TV വർക്കി, സംഘം സെക്രട്ടറി CV ധനലക്ഷ്മി, മുൻ സെക്രട്ടറി രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആദരിക്കൽ ചടങ്ങും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെയും കരിവള്ളൂർ സമരത്തിന്റെയും നേതാക്കളായ AV കുഞ്ഞമ്പുവിന്റെയും K കൃഷ്ണൻ മാസ്റ്ററുടെയും ചരമവാർഷിക ദിനാചരണ സംഘാടക സമിതി രൂപീകരിച്ചു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെയും കരിവള്ളൂർ സമരത്തിന്റെയും നേതാക്കളായ AV കുഞ്ഞമ്പുവിന്റെയും K കൃഷ്ണൻ മാസ്റ്ററുടെയും ചരമവാർഷിക ദിനാചരണ സംഘാടക സമിതി രൂപീകരിച്ചു. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. K രമേശൻ അധ്യക്ഷത വഹിച്ചു. P രമേശൻ സ്വാഗതം പറഞ്ഞു. P സന്തോഷ്, C കൃഷ്ണൻ, M രാഘവൻ, KK ഗംഗാധരൻ, KP ജ്യോതി, T ഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെയർമാനായി K നാരായണനെയും ജനറൽ കൺവീനറായി P രമേശനെയും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കൃഷ്ണൻ മാസ്റ്റർ ദിനം മെയ് 27-ന് ഓണക്കുന്നിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കരിവള്ളൂരിൽ നിന്നും ഓണക്കുന്നിലേക്ക് ബഹുജന പ്രകടനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CH സെന്റർ പുതിയങ്ങാടിയും ക്രസന്റ് ഹോസ്പിറ്റലും സംയുക്തമായി പുതിയങ്ങാടിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് റഹ്മാൻ ഖാഷിഫി ഉദ്ഘാടനം ചെയ്തു. CH സെന്റർ പുതിയങ്ങാടിയും ക്രസന്റ് ഹോസ്പിറ്റലും സംയുക്തമായി പുതിയങ്ങാടിയിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് റഹ്മാൻ ഖാഷിഫി ഉദ്ഘാടനം ചെയ്തു. CH സെന്ററിന്റെ അതേപോലെ തന്നെ ക്രസന്റ് ഹോസ്പിറ്റലിന്റെ നമ്മുടെ ജമാഅത്തിന്റെ ഒക്കെ നേതാക്കളെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയങ്ങാടി വളരെ വിപുലമായ സൗകര്യത്തോടുകൂടി മെച്ചപ്പെട്ട മെഡിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രസന്റ് ഹോസ്പിറ്റലും ജീവകാരുണ്യ രംഗത്ത് അത്ഭുതകരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന CH സെന്ററും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തം. പരിമിതമായ സമയത്ത് സുദീർഘമായ ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല.
ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി, ഹൃദ്രോഗം, ENT തുടങ്ങിയ വിഭാഗങ്ങളിലായി ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തി. നിരവധി പേർ മെഗാ ക്യാമ്പിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ K. മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ക്രസന്റ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ EK അബ്ദുൽ ഹമീദ് ഹാജി, AV അബ്ദുൽ നാസർ, A. അബ്ദുൽ കരീം ഹാജി, ഡോക്ടർ KT മാത്യു, POP മുഹമ്മദ് അലി ഹാജി, K. അബ്ദുൽ ഖാദർ, സുഹേൽ T, KK മുഹമ്മദ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രക്കുളം ശുചീകരിച്ചു. ക്ഷേത്രം ഭാരവാഹികളും വികസന സമിതി അംഗങ്ങളും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രക്കുളം ശുചീകരിച്ചു. കാലങ്ങളായി ക്ഷേത്രക്കുളത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ഷേത്രം ഭാരവാഹികളും വികസന സമിതി അംഗങ്ങളും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന ഏഷ്യൻ യൂണിവേഴ്സിറ്റി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പയ്യന്നൂർ രാമന്തളി വടക്കുംപാട് സ്വദേശി സാം അൻവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്ക്വാഡ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ് വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡലോടുകൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. രാമന്തളി വടക്കുംപാട് താമസിക്കുന്ന അൻവർ CVയുടെയും ഖദീജ PKയുടെയും മകനാണ് സാം. ചെന്നൈ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ BTech വിദ്യാർത്ഥിയാണ്. ഇന്ത്യൻ റെയിൽവേ താരമായിരുന്ന ജുനൈദ് അഹമ്മദ് മണ്ടൂരാണ് സാം അൻവറിന്റെ പരിശീലകൻ. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ സാം അൻവർ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പവർ ലിഫ്റ്റിംഗിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. Missing your opener on the squats does put a lot of pressure onto the athlete, particularly inequipped. Let's get up. Oh, look how relaxed that was. A little bit of a smile there on the way up. 2-1 good lift. Good job. Jury are reviewing the ശ്രീസ്ത സെന്റ് ആന്റണീസ് ദേവാലയം തിരുനാൾ മഹോത്സവം മെയ് 13 സമാപിക്കും. തിരുനാൾ ദിനം നടന്ന സാഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിനത്തിൽ നടന്ന ദിവ്യബലിക്ക് കാനഡ മിഷണറി റവറൻ ഫാദർ ബോണിഫസ് കപ്പുച്ചിൻ കാർമ്മികത്വം വഹിച്ചു. ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് പിടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. മംഗലാപുരം സെന്റ് ജോസഫ് തിയോളജി കോളേജ് ഡയറക്ടർ റവറൻ ഫാദർ അലക്സാണ്ടർ കളരിക്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് നേർച്ച ഭക്ഷണവും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം നടത്തി. പഞ്ചായത്ത് തല ഉദ്ഘാടനം പിലാത്രയിൽ വെച്ച് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം നടത്തി. പിലാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ശുചീകരണ പ്രവൃത്തിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. നമുക്കറിയാം, കടുത്ത ചൂടിനെയാണ് കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ കാലവർഷം
അതികഠിനമായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും മെയ് മാസം തന്നെ കാലവർഷം ആരംഭിക്കാൻ ഉള്ള സാധ്യത കേരളത്തിലുള്ള വിദഗ്ധ സമിതികളൊക്കെ തന്നെ ആ റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് നൽകി കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് പി രോഹിണി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അംബുജാക്ഷൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ഉണ്ണികൃഷ്ണൻ, ആസൂത്രണ സമിതി അംഗം MV രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റോട്ടറി പയ്യന്നൂർ മിഡ് ടൗണിന്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായ ജീവാമൃതം കരുതാം നാളേക്കായി എന്ന പ്രൊജക്ടിന്റെ തുടക്കമായി. ജലദൗർലഭ്യം രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് പയ്യന്നൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും പൊതുകുളങ്ങൾ, ജലാശയങ്ങൾ എന്നിവ ശുചീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ജലദൗർലഭ്യം രൂക്ഷമായിരിക്കുന്ന സമയത്ത് പയ്യന്നൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും പൊതുകുളങ്ങളും ജലാശയങ്ങളും ശുചീകരിക്കുകയാണ് റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ. എടാട്ട് പറമ്പത്തുകുളം ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ സേതു ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഈ ജീവാമൃതം എന്നുള്ള ഒരു പദ്ധതി നല്ലൊരു പ്രവൃത്തിയാണ്. റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ ടി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. അന്നൂർ ആലിൻകീഴിൽ കുളം ശുചീകരണം വാർഡ് കൌൺസിലർ അശോക് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ ടി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. അന്നൂർ അമ്പലക്കുളം പ്രൊജക്ട് കൌൺസിലർ അശോക് കുമാർ കെ ആണ് ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്ര ആരാധക സംഘം, പ്രവർത്തന സമിതി, ആഘോഷ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണ യജ്ഞം നടന്നത്. ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ രഞ്ജിത് കുമാർ ടി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ചെയർമാൻ റൊട്ടേറിയൻ ദിവാകരൻ, റൊട്ടേറിയൻ സുരേഷ് ഷേണായി, ദിനേശൻ, ചന്ദ്രകീർത്തി, ഗംഗാധരൻ മേലേടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി വാർഡ് തല ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സുനിത എ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി വാർഡ് തല ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി കല്ലേറ്റുംകടവിൽ വാർഡ് മെമ്പർ സുനിത എ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലാഖമാർ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിലപ്പുറം നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് കവി മുരുകൻ കാട്ടാക്കട. കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷം സമാപന സമ്മേളനം അണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 71 കൊല്ലം കഴിഞ്ഞിട്ടും രാജാജി പാർക്കിലെ സ്റ്റേജിന്റെ സിമന്റ് പോലും ഇളകിയില്ല. സ്റ്റേജും പാർക്കും സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 1953 നവംബർ 28-നാണ് പരിയാരത്തെ TB സാനിറ്റോറിയം അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന C. രാജഗോപാലാചാരി ഉദ്ഘാടനം ചെയ്തത്. കരിവള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രി 8 മുതൽ രാവിലെ വരെയുള്ള ചികിത്സ മുടങ്ങി. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർമാർ ഒഴിവായതോടെയാണ് രാത്രി ചികിത്സ മുടങ്ങിയത്. മറവിയിലേക്ക് മറഞ്ഞുപോയ കുട്ടിക്കളികളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്തുന്നതായി പയ്യന്നൂർ കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓലപ്പിപി നാടൻകളി പഠന ക്യാമ്പ്. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ 100-ലേറെ കുട്ടികളാണ് പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.